വെൽക്കം ടു എ ന്യൂ വീഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ചെയ്യുന്ന നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഗൈസ്. ഞാനിന്ന് ഫ്ലവർ ഷോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ആ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നത്. ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോയതല്ല, വേറൊരു സംഭവത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ബീച്ചിൽ ഈ ഒരു സംഭവം കണ്ടപ്പോൾ നമ്മൾ ഒന്ന് കയറി നോക്കിയതാണ് ഗൈസ്. അപ്പോൾ അടിപൊളി ഫ്ലവർ ഷോ ആയിരുന്നു. ഫെബ്രുവരി 16 കൂടിയിട്ട് ഫ്ലവർ ഷോ അവസാനിക്കുന്ന അവിടെ ആരോ പറഞ്ഞു കേട്ടിട്ടോ. പിന്നെ ടിക്കറ്റിന് 70 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അപ്പോൾ ഗൈസ്, ഈ ഫ്ലവർ ഷോൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് റോസ് പ്ലാന്റ്സ് ആണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ മാരി ഗോൾഡ്, ജമന്തി, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജമന്തിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ജമന്തീസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര എന്താ പറയുക, അവരൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എത്രയും നല്ല രീതിയിലൊക്കെ നമ്മുടെ ഈ ഒരു വെതറിൽ ഇത്രയും ചൂടത്തൊക്കെ ഇത്രയും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണല്ലോ. എന്നിട്ടും ഇത്രയും നല്ല രീതിയിൽ സൺഫ്ലവർ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് സൺഫ്ലവർ നേരിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും, എന്നെപ്പോലെ ഒരുപാട് പേര് വീഡിയോസ് എടുക്കുന്നവരുണ്ട്. കൂടുതലും ആളുകൾ ഫോട്ടോസ് എടുക്കുമായിരുന്നു അവിടെ നിന്നിട്ട്. ഈ ഫ്ലവേഴ്സ് ഭയങ്കര രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ജമന്തിയാണ് കേട്ടോ. ജമന്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജമന്തി ഉണ്ട്. ഒന്നല്ല, 2 കളേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഏതാണെന്ന് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ വളം, ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, വെജിറ്റബിൾസ്, ട്രീസ് മുതൽ എല്ലാ സംഭവത്തിൻ്റെ സ്റ്റോൾസും ഉണ്ട് കേട്ടോ ലാസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ കോളിഫ്ലവേഴ്സാണ്. കോളിഫ്ലവർ, കേബേജ്, പച്ചമുളക്, പിന്നെ വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പോകെ കാണിച്ചു തരാം. പിന്നെ ഈ സൈഡിലായിട്ട് കൂണിൻ്റെ ചെറിയൊരു സ്റ്റോൾ ഉണ്ട് കേട്ടോ. ഞാൻ വല്ലാതെ ഇത് ക്യാപ്ചർ ചെയ്തിട്ടില്ല, അതിൽ ആളില്ലായിരുന്നു തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് കേട്ടു 2-3 ദിവസം ഞങ്ങൾ വരുന്നതിൻ്റെ ആ തൊട്ട് മുൻപുള്ള ദിവസം വരെ നല്ല തിരക്കായിരുന്നു, ഇന്ന് ആൾ കുറവാണെന്നൊക്കെ പറയുന്നത് കേട്ടു.
എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ പച്ചമുളക് പല ടൈപ്പ് പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കായ്ച്ചിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ ബജ്ജീൻ്റെ പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ. ബജ്ജി ഉണ്ടാക്കാൻ പറ്റുന്ന ആ ടൈപ്പ് പ്ലാന്റ് വരെ ഉണ്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് സ്റ്റോൾസിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ഉള്ള സ്റ്റോൾസ് ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മരങ്ങളല്ല, ചെറിയ തൈകൾ, മാവ്, അതുപോലെയുള്ള വലിയ തൈകളും ചെറിയ തൈകളും ബഡ് ചെയ്ത അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ പോട്ട്സിൻ്റെ ഷോപ്സ് ഉണ്ട്, വളങ്ങളുടെ ഷോപ്പുണ്ട്. അങ്ങനെ പല ടൈപ്പും ഉണ്ട് കേട്ടോ. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങുക. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കുറച്ച് റേറ്റ് ഉണ്ട്. 3000 4000 അങ്ങനെ റേറ്റുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. റോസിനൊക്കെ വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഈ ഒരു റോസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതാണ് ജസ്റ്റ് അതൊന്ന് തൊട്ട് നോക്കിയത്. നല്ല ഭംഗിയുള്ളൊരു കളർ കേട്ടോ. എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ, ഈ കാണുന്ന ഭംഗി വീട്ടിൽ കൊണ്ടുവന്നാൽ ഉണ്ടാവുമോ, പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിച്ച് പോകുമോ എന്നൊരു പേടിയുണ്ട്. കാരണം നമുക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ നമുക്കറിയില്ലല്ലോ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങാത്തതാണ്. പണ്ടൊക്കെ കുറേ വാങ്ങിയിരുന്നു ഇതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞാൽ നശിച്ച് പോകാറാണ് പതിവ്. പിന്നെ റോസൊക്കെ പിന്നെ കുറച്ചൊക്കെ പിടിച്ച് നിൽക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി. മണിമുല്ല, ഈ ഒരു സംഭവത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു പ്ലാന്റ് എല്ലാവരും റേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് എത്ര 200 300 അങ്ങനെ ഒരു റേറ്റാണ് കേട്ടോ ചെറിയ ഒരു പ്ലാന്റിന് അതിൻ്റെ. പിന്നെ ഇത് CC പ്ലാന്റ് ആണ് കേട്ടോ. CC പ്ലാന്റിന് വരുന്നത് 200 രൂപയാണ്. ഇതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലാക്കിന് 300 രൂപയാണ് വരുന്നത് കേട്ടോ. CC പ്ലാന്റ് ഇനിയും വാങ്ങണമെന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിലൊരു വലിയ CC പ്ലാന്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനിയും അത് വാങ്ങണമെന്നുണ്ടായിരുന്നു. കാരണം അത് നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. 3-4 ദിവസം വെള്ളം ഒഴിച്ചില്ല വെച്ചിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ കാണുന്നത് പേരക്കാണ് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ, ചെറിയ പേരക്ക. അതുമ്പോൾ നിറച്ച് പൂവും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗ്രീനും ഉണ്ട്, ഈ ഒരു കളറിലും ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പേരക്ക തന്നെ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഇല എടുത്തിട്ട് ജസ്റ്റ് നുള്ളി സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഉറപ്പായി പേരക്ക ആണെന്ന്. പിന്നെ ഈ ഒരു സംഭവത്തിന് 50 രൂപയാണ് കേട്ടോ. ഈ ചെടീൻ്റെ പേര് എനിക്കറിയില്ല. ഇത് വാങ്ങണം ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് അത് വാങ്ങാൻ നമ്മൾ വിചാരിച്ചത്. അങ്ങനെ ഇത് ചോദിച്ചപ്പോൾ ഇതിന് 50 രൂപയായിരുന്നു. അങ്ങനെ ഇതവിടെ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു സംഭവം പോയി നോക്കിയിട്ട് ഇത് വാങ്ങാതെ ആ ഒരു ചെടിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളൊരു പ്ലാന്റ് വാങ്ങിയിരിക്കുകയാണ്. ഒന്നല്ല 2 എണ്ണം വാങ്ങി ഒരുപോലെയുള്ള ഈ ഒരു പ്ലാന്റ് ആയിരുന്നു വാങ്ങിയത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. എപ്പോഴും കാണുമ്പോൾ വിചാരിക്കും ഇതൊരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല ഗ്ലേസിങ് ഉള്ള ലീഫൊക്കെ ആയിട്ട്. ഇത് ഒരു തൈക്ക് ചെറിയൊരു തൈക്ക് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അങ്ങനെയുള്ള 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു 100 രൂപയ്ക്ക്. പിന്നെ ഞാൻ കണ്ടൊരു സംഭവമാണ് ഈ ജമന്തി 50 രൂപയാണ് ഇതിൻ്റെ ചെറിയ കുഞ്ഞ് തൈക്ക് വരുന്നത് കേട്ടോ. ഇത് കണ്ടാൽ ഈ ഫ്ലവർ ചെയ്ത് കണ്ടാൽ തന്നെ നമ്മൾ വാങ്ങിപ്പോകും. ഒരുപാട് പേര് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്ലവർ ചെയ്ത് കണ്ടിട്ട് ആർക്കും വാങ്ങാതെ പോകാൻ പറ്റൂല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാനിതിന് മുൻപ് എപ്പോഴും ഇതേപോലെ വാങ്ങിയിട്ട് അത് ഫ്ലവർ ചെയ്തിട്ടില്ലായിരുന്നു, മൊട്ട് വിരിയ പോലും ചെയ്തിട്ടില്ലായിരുന്നു, മൊട്ടുള്ള തൈ വാങ്ങിയിട്ടു. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്, ഈ ഒരു ഫ്ലവറും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ എക്സിബിഷനിൽ ഒരുപാടുണ്ടായിരുന്നു ഈ ഒരു കളറിലുള്ള ഫ്ലവേഴ്സ്. പിന്നെ ഇതുപോലുള്ള ട്രീസൊക്കെ ഉണ്ട് കേട്ടോ, ബഡ് ചെയ്ത ഒരുപാട് ട്രീസ്, ഇതുപോലെയുള്ള ഒരുപാട് സ്റ്റോൾസ്, ചെറിയ ചെറിയ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. നമ്മൾ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോഴുള്ള സാധാരണ ഉണ്ടാവുന്ന പോലെ തന്നെ. പക്ഷെ അത്ര അങ്ങ് എന്താ പറയുക റഷ് ഒന്നുമല്ലായിരുന്നു, ലാസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതുപോലെയുള്ള ഫുഡ് ഫെസ്റ്റിവൽസും ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഒരുപാട് പേര് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്താണെന്ന് നോക്കിയിട്ടില്ലായിരുന്നു. നമ്മൾ ഇത് കാണണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്, വേറൊരു കാര്യത്തിന് വന്നു, ബീച്ചിൽ പോയി. പിന്നെ വരുന്ന വഴിക്ക് കണ്ടപ്പോൾ അങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു. നല്ല അടിപൊളി ഫ്ലവർ ഷോ ആയിരുന്നു കേട്ടോ. ക്യാഷ് വേർത്തായിരുന്നു തന്നെ പറയാൻ പറ്റും, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് 2 പ്ലാന്റ്സ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് മടങ്ങി ഗൈസ്. സൺസെറ്റും അതിനിടയിൽ കാണാൻ പറ്റി. അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, ബൈ.